ബിഗ് ബോസ് നമ്മൾ സീസൺ 8 അപ്ഡേറ്റുകളിലേക്ക് പോകുക. അപ്പം നമ്മുടെ ഇന്നത്തെ 12ാമത്തെ ആഴ്ചയിലെ തുടക്കമാണ്. 12ാമത്തെ ആഴ്ചയിലെ നോമിനേഷൻസ്, ക്യാപ്റ്റൻസി ആരൊക്കെ വരുന്നുണ്ടോ? കാരണം കഴിഞ്ഞ ഒരാഴ്ച ക്യാപ്റ്റൻസി ടാസ്ക് നടന്നില്ല. മുത്തു വിട്ടുകൊടുത്തതുമായി ബന്ധപ്പെട്ട് ക്യാപ്റ്റൻസി ടാസ്ക് സ്റ്റോപ്പ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരാഴ്ച ക്യാപ്റ്റൻ ആരായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നുണ്ടോ, അതുപോലെ നോമിനേഷൻസിൽ ആരൊക്കെയാണ് എന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു അപ്ഡേറ്റ് ആണ് പറയാൻ പോകുന്നത്. അപ്പം ഈ ഒരാഴ്ചത്തെ ആദ്യം തന്നെ നമുക്ക് ക്യാപ്റ്റൻസി ടാസ്കുമായി ബന്ധപ്പെട്ട് പറയാം. കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് സ്റ്റോപ്പ് ചെയ്തതുകൊണ്ട് തന്നെ ഈ ഒരു ആഴ്ച ക്യാപ്റ്റൻ ഇല്ല എന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു റിപ്പോർട്ട്. ബിഗ് ബോസ് ഈ ഒരാഴ്ച ക്യാപ്റ്റൻ വേണ്ട, ബിഗ് ബോസ് ഹൗസിലുള്ളവർ തന്നെ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുക, ക്യാപ്റ്റന് ഈ ഒരാഴ്ച വേണ്ട എന്നാണ് ബിഗ് ബോസ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരാഴ്ചത്തെ നോമിനേഷനിൽ നമുക്ക് മൊത്തം 12 പേരുള്ളതിൽ 7 പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത്. അതിൽ റയാനെ നമുക്ക് ഓൾറെഡി നോമിനേഷൻ ഫ്രീ പാസ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് കൊണ്ട് തന്നെ ഈ ഒരു വീക്ക് റയാൻ നോമിനേഷനിൽ ഉണ്ടായിരിക്കുന്നതല്ല. അതോടൊപ്പം തന്നെ ഈ ഒരാഴ്ച വന്നിരിക്കുന്ന 7 പേര് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൻഷിത, മഞ്ജരി, പവിത്ര, ജാക്കലിൻ, വിശാൽ, റാണവ്, ജെഫ്രി, അങ്ങനെ 7 പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത്. റയാനെ കൂടാതെ ഈ ഒരു 12ാമത്തെ ആഴ്ച നോമിനേഷനിൽ വരാതിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മുത്തു, ദീപക്, അരുൺ, സൗന്ദര്യ, അങ്ങനെ മൊത്തം 5 പേരാണ് നോമിനേഷനിൽ ഇല്ലാതെ ഇരിക്കുന്നത്. ബാക്കി 7 പേരും ഈ ഒരാഴ്ച നോമിനേഷനിൽ വന്നിട്ടുണ്ട്. അപ്പം ഇതിൽ അൻഷിതയ്ക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് വിശാൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടി ഈ പ്രാവശ്യം നോമിനേഷനിൽ വന്നിരിക്കുന്നത്. പിന്നെ മഞ്ജരി, പവിത്ര, ജാക്ലിൻ, ജെഫ്രിക്കൊക്കെ അത്യാവശ്യം എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ക്ലോസ്ഡ് വോട്ടിംഗ് ആയിരുന്നു, അതായത് നമ്മുടെ കൺവെൻഷൻ റൂമിൽ വെച്ചുള്ള ഒരു വോട്ടിംഗ് ആയിരുന്നു ഇന്ന് നടന്നത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും വരുന്ന രീതിയിലുള്ള വോട്ടിംഗ് പാറ്റേൺ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. കാരണം ആരെ വോട്ട് ചെയ്തു എന്നുള്ള കാര്യം, അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്തു എന്നുള്ള കാര്യം ഇവർക്ക് അറിയാൻ സാധിക്കുന്നില്ല. കാരണം ഓപ്പൺ നോമിനേഷൻ വെച്ച് കഴിയുമ്പോൾ ഇവർക്ക് എങ്ങനെയെങ്കിലും മനസ്സിലാക്കി എല്ലാവർക്കും 2-2 വെച്ച് എല്ലാവരെയും നോമിനേഷനിലേക്ക് വരുത്തുന്ന ഒരു രീതിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇവർ ഫോളോ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആവണം ബിഗ് ബോസ് ഇതൊരു കൺവെൻഷൻ റൂം നോമിനേഷനിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് ആരെ വോട്ട് ചെയ്തു അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്തു എന്നതിനെ കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ 12 പേരിൽ 7 പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത്. 5 പേര് ഈ പ്രാവശ്യം നോമിനേഷനിൽ മാറി നിൽപ്പുണ്ട്. അതിൽ മുത്തു, അതുപോലെ തന്നെ ദീപക്, സൗന്ദര്യ എന്നൊക്കെ പറയുന്നത്, മുത്തു സൗന്ദര്യൊക്കെ നല്ല രീതിയിൽ ലീഡിംഗ് വോട്ടിങ്ങിൽ വരുന്ന ആൾക്കാരാണ്. സൗന്ദര്യൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് മാത്രം അറിയത്തില്ല, പക്ഷേ വോട്ടിങ്ങിൽ PR വർക്കോ എന്തും ആയിക്കോട്ടെ, വോട്ടിങ്ങിൽ അൺഒഫീഷ്യൽ പോളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ വോട്ടിങ്ങിൽ മുന്നിൽ നിൽക്കുന്ന കണ്ടസ്റ്റന്റ് ആണ്. അപ്പൊ ലീഡിംഗ് കണ്ടസ്റ്റൻസ് മുത്തുവും സൗന്ദര്യയും ഈ ഒരു ആഴ്ചത്തെ 12ാമത്തെ ആഴ്ചയിലെ നോമിനേഷനിൽ വന്നിട്ടില്ല. അപ്പൊ ഇവരുടെ വോട്ടൊക്കെ ആർക്ക് സ്പ്ലിറ്റ് ആയി പോകുമെന്നും അടിസ്ഥാനത്തിലിരിക്കും പുറത്തേക്ക് ആര് എന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ച വരുന്നത്. അപ്പം അതിന്റെ കൂട്ടത്തിൽ അരുൺ, അതുപോലെ തന്നെ അരുണും എസ്കേപ്പ് ആയിട്ടുണ്ട്. അരുണും ചെറിയ രീതിയിൽ വോട്ട് കുറഞ്ഞു വരാനുള്ള സാധ്യതകളുണ്ട് നോമിനേഷനിൽ വന്നിരുന്നെങ്കിൽ. അതുപോലെ തന്നെ റയാൻ ഈ ഒരാഴ്ച പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ളതായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. കഴിഞ്ഞ ഒരാഴ്ചക്ക് റയാൻ ജസ്റ്റ് മിസ്സായതാണ്. ഈ ഒരാഴ്ച നോമിനേഷൻ ഫ്രീ പാസ് കിട്ടിയത് കൊണ്ട് തന്നെ റയാൻ ജസ്റ്റ് മിസ്സായി എസ്കേപ്പ് ആയിട്ടുണ്ട്. എന്നാൽ ഈ ഒരാഴ്ചത്തെ നോമിനേഷനിൽ നമുക്ക് പുറത്തേക്ക് പോകാൻ സാധ്യതകൾ ജെഫ്രി ഉണ്ട്, വിശാൽ ഉണ്ട്, അതുപോലെ തന്നെ അൻഷിതയ്ക്കുണ്ട്, മഞ്ജരിക്കുണ്ട്. ഇതിലും ഇനി മുന്നിൽ നിൽക്കുന്ന മുത്തു ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മുത്തുവിന്റെ ആൾക്കാരൊക്കെ നമ്മുടെ മഞ്ജരിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മഞ്ജരി കയറിപ്പോരും. അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ വോട്ടുകളൊക്കെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും ഈ ഒരാഴ്ചത്തെ ആരാണെന്ന് നമുക്കൊരു 2 ദിവസത്തെ അൺഒഫീഷ്യൽ വോളുകളും കാര്യങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഓൾറെഡി നെഗറ്റീവിലൊക്കെ നിൽക്കുന്ന അൻഷിതയൊക്കെ ചിലപ്പോൾ പുറത്തേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ കഴിഞ്ഞൊരു ആഴ്ചത്തെ കുറച്ച് പെർഫോമൻസും അതുപോലെ തന്നെ ഈ ഒരു വീക്കെൻഡിൽ ഒരു വൺ സൈഡഡ് ജഡ്ജ്മെന്റ് കിട്ടി അതിന്റെ സിമ്പതിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കയറിപ്പോരാനുള്ള സാധ്യതകളുണ്ട്. ബട്ട് അവരൊക്കെ ഒരു ആഴ്ച കൂടെ നിൽക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. അതിൽ മോശമായ ആൾക്കാർ നിലവിലുണ്ട്. വിശാലൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, ഒരു സേഫ് പ്ലേ കളിച്ച് പോരുകയാണ്. അതിന്റെ കൂട്ടത്തിൽ റാണവൊക്കെ എന്തിനവിടെ നിൽക്കുന്നതെന്ന് അറിയത്തില്ല. ഓൾറെഡി ഫിസിക്കലി പ്രശ്നമുണ്ട്, അതിന്റെ കൂടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. PR വർക്കിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ അതിനകത്ത് എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് പ്രേക്ഷകർക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം തമിഴ് ഓഡിയൻസിന്റെ ഒരു ടേസ്റ്റ് എന്താണെന്നോ അവരുടെ വോട്ടിംഗ് ഫോർമാറ്റ് എന്താണെന്നോ ഇതുവരെ മനസ്സിലായിട്ടില്ല. PR വർക്കും മാനിപ്പുലേഷൻസും ഒക്കെ നടത്തി അവരെ അങ്ങോട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞാൽ വോട്ട് നല്ല രീതിയിൽ മറിയുന്നുണ്ട്. എന്താണെങ്കിലും നമുക്ക് നോക്കാം. മൊത്തം 7 പേരാണ് ഈ ഒരു ആഴ്ച എവിക്ഷനിൽ വന്നിരിക്കുന്നത്, അതായത് നോമിനേഷനിൽ വന്നിരിക്കുന്നത്. അൻഷിത, അതുപോലെ തന്നെ മഞ്ജരി, പവിത്ര, ജാക്കലിൻ, അതുപോലെ ബോയ്സിന്റെ സൈഡിൽ നിന്നും വിശാല്, റാണവ്, ജെഫ്രി. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.